ഡോക്ടറെ സമ്പത്ത്, ഇപ്പോൾ പോളിംഗ് ശതമാനമൊന്ന് വിലയിരുത്തി കഴിയുമ്പോൾ ഈ ഒരു നിമിഷം നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചുകൊണ്ട് ചേലക്കരയിൽ 72.51% പോളിംഗ് ഉള്ളതായും വയനാട്ടിൽ 64.27% പോളിംഗ് ഉള്ളതായിട്ടുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേലക്കരയിൽ ഇത് ഭേദപ്പെട്ടതാണ്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ തവണത്തെ യാത്ര തവണ ഏകദേശം ഒരു 77%-നടുത്തുണ്ടായിരുന്നു. ഇത്തവണ അത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം വയനാട്ടിൽ വലിയൊരു ഇടിവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 10%-ൽ കൂടുതൽ വോട്ടർമാർ വോട്ട് ചെയ്യാനായി എത്തിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പോളിംഗ് നിരക്കൊക്കെ തന്നെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? തെരഞ്ഞെടുപ്പിൽ സമ്മതിദായകരുടെ വോട്ടവകാശം എന്നുള്ളത് ഏറ്റവും വിലപ്പെട്ടതാണ്. അത് പ്രായപൂർത്തി വോട്ടവകാശം നമ്മുടെ ഈ രാഷ്ട്രത്തിൽ മുമ്പ് ഒരുപാട് നാട്ടുരാജ്യങ്ങളായിരുന്നതും അത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലും അതിനു മുമ്പുമെല്ലാം ആയിരുന്നത് അന്ന് ഈ ഭരണാധികാരികളും പ്രജകളുമായിരുന്നു. അതിൻ്റെ എല്ലാം മുകളിൽ ചക്രവർത്തി എന്നുള്ള നിലയിലായിരുന്നു. പിന്നീട് നമ്മൾ ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള ഒട്ടനവധി സമരങ്ങൾ, പോരാട്ടങ്ങൾ, പ്രക്ഷോഭങ്ങൾ, അങ്ങനെ തലമുറകളോളം നടത്തിയ പ്രവർത്തനങ്ങളെ തുടർന്നാണ് ഈ പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ള നിലയിലേക്കും ഉത്തരവാദ ഭരണം എന്നുള്ളതിലേക്കുമെല്ലാം നമ്മൾ വന്നത്. അപ്പോൾ ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ 3 പേര് വ്യക്തമായ രാഷ്ട്രീയമുള്ളവരാണ്. ഞങ്ങൾ ഈ കാര്യത്തിലൊരു തർക്കമുണ്ടാകാൻ ഒരു സാധ്യതയുമില്ലാത്തതാണ്. ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ വരാം, അവർ വോട്ട് രേഖപ്പെടുത്താം. ഏതെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് അത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വ്യക്തികളുടെ അവരോടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് എപ്പോഴും പ്രത്യേകിച്ചൊരു ഏതെങ്കിലും ഒരു വ്യക്തിയോട്, ഒരു നയത്തോട്, അല്ലെങ്കിൽ ഒരു മുന്നണിയോട്, പാർട്ടിയോടുള്ള താല്പര്യവും സ്നേഹവും അതിനേക്കാൾ മനുഷ്യനാകുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി കൂടുതൽ അതിനൊരു തീവ്രതയും തീക്ഷ്ണതയും വരുന്നത് ഈ നമുക്കുണ്ടായ എന്തെങ്കിലും അത്തരത്തിലൊരു വിരോധമുണ്ട് എങ്കിൽ. ശത്രുത എന്നൊരു പദം ഞാൻ ഉപയോഗിക്കില്ല. എതിരാളികളൊന്നും ശത്രുക്കളല്ല ഒരിക്കലും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലോ അല്ലാതെ രാഷ്ട്രീയമായ ഒരിക്കലും, ഇപ്പോൾ നമ്മൾ കളിക്കളത്തിലായിരുന്നാലും എതിരാളികൾ ഒരിക്കലും ശത്രുക്കൾ എന്നുള്ള നിലയിലല്ല. അങ്ങനെ ഏതെങ്കിലും മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചാലും അങ്ങനെയൊന്നും ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെ ആ ഒരു വാദത്തോട് അനുകൂലിക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അനുസരിച്ച് വേണമെങ്കിൽ നോട്ട പോലും ഉണ്ടല്ലോ. ഇന്ന ചിഹ്നങ്ങളിൽ ഇന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തുകയല്ലാതെ വന്ന് വേണമെങ്കിൽ അങ്ങനെ അവരോടുള്ള പ്രതിഷേധം അങ്ങനെയും രേഖപ്പെടുത്തുന്ന നിലയിലുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അത്തരത്തിൽ ഒരുപാട് ആയിരക്കണക്കിന് നോട്ട അങ്ങനെ പോൾ ചെയ്യപ്പെട്ട പല മണ്ഡലങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടായിട്ടുണ്ട്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ഇതൊരു തീരെ കുറഞ്ഞ പോളിംഗ് ശതമാനമായി ഞാനതിനെ കാണുന്നില്ല. വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരമനുസരിച്ചാണ് എങ്കിൽ ആ പോളിംഗ് ശതമാനം ഇപ്പോൾ നമ്മുടെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 65% പോളിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു തീരെ താഴ്ന്നൊരു പോളിംഗ് ശതമാനമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യത്തിനവിടെ സൂചിപ്പിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്തുകൊണ്ടായിരിക്കും അത് പറഞ്ഞത്. അത് എന്തുകൊണ്ട് എന്നുള്ളത് ഇനി മറ്റ് രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് ചുമതലയ്ക്ക് പോയിട്ടുള്ള മറ്റ് മാധ്യമങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോഴേ നമുക്കറിയാനായി കഴിയുള്ളൂ എന്താണ് എന്നുള്ളത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആളുകൾ വോട്ട് രേഖപ്പെടുത്തി കഴിയുമ്പോൾ ഇത് ശ്രീ സേനാപതി വേണുവിൻ്റെയോ അല്ല, ശ്രീ ശിവൻകുട്ടിയുടെയോ അല്ല, സമ്പത്തിൻ്റെയോ, ഞങ്ങളുടെ പാർട്ടികളും ഞങ്ങളുടെ മുന്നണികളും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും, വോട്ട് എണ്ണി തീരുന്നതുവരെയും ഞങ്ങൾ ജയിക്കുമെന്ന് തന്നെയല്ലേ പറയാൻ കഴിയുള്ളൂ. ഞാനൊരു സ്ഥാനാർത്ഥി ആയാലും എനിക്ക് അങ്ങനെയല്ലേ പറയാനായി കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ അതാത് മുന്നണികൾ അവരുടേതായ പ്രതീക്ഷിക്കപ്പെട്ട വോട്ടുകൾ അവരുടെ സമ്മതിദായകരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി പോളിംഗ് ബൂത്തിലെത്തി അവർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് കണക്കാക്കി മാത്രമേ ഓരോരുത്തർക്കും കൃത്യമായ ആ കാര്യത്തിലൊരു അഭിപ്രായം പറയാനായി കഴിയുള്ളൂ. നമ്മളല്ലാതെ ഇപ്പോൾ ഞാനത് തുറന്നങ്ങ് പറയുകയാണ്. ഇതിനിടയിലൊരു തമാശ ആണെങ്കിലും ആദ്യത്തെ ചിലപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയക്കാർ ചിലപ്പോൾ ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള അങ്ങനെ പ്രാദേശികമായി പലരോടും ചോദിക്കുമ്പോൾ എങ്ങനെ ഇവിടുത്തെ പോളിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു, എത്ര വോട്ടർമാരാകെ ഉണ്ട് എന്നും അതിലെത്ര പേർ ഇത്ര സമയം വരെ വോട്ട് ചെയ്തു എന്ന് പോലും അറിഞ്ഞില്ലെങ്കിൽ അവർ പറയാറുള്ളൊരു കാര്യമാണ്, അത് ഇവിടെ 60% പോളിംഗ് കഴിഞ്ഞു, എങ്ങനെ ശതമാനം കണ്ടെത്തുക എന്നുള്ളത്, അതിവിടെ 70% പോളിംഗ് ആയി എന്ന് പറയുന്ന നിലയിലേക്ക് ആളുകൾ പോകും. അതുപോലല്ല, ഇതിനിടയ്ക്ക് സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വോട്ടെടുപ്പ് കഴിഞ്ഞുവല്ലോ, അത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വോട്ടെണ്ണി അതിൻ്റെ ഫലപ്രഖ്യാപനം വരട്ടെ. ഇത് സമാധാനപരമായും എല്ലാ തെരഞ്ഞെടുപ്പ് നിയമങ്ങളും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും പാലിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് അങ്ങനെ നടന്നു പോകണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. തികച്ചും സമാധാനപരമായും ശാന്തമായും. രാഷ്ട്രീയമായ പ്രക്ഷുബ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഇതൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വേദിയാണ്.
എല്ലാ തെരഞ്ഞെടുപ്പുകളും ആ തെരഞ്ഞെടുപ്പുകളിൽ ഉയർന്നു വരുന്ന മുദ്രാവാക്യങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും മഴ പെയ്ത് തോർന്ന് പോകുന്നത് പോലെ പോകുന്നതല്ല. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരത്തിൽ ജനങ്ങൾക്ക് മുമ്പാകെ വയ്ക്കുന്നതായിട്ടുള്ള നിരവധി ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട് തുടർന്നു വരുന്നതായിട്ടുള്ള സംവാദങ്ങളുമെല്ലാം നമ്മുടെ പൊതുജനാധിപത്യ ബോധത്തെയും നാടിൻ്റെ വികസനത്തെയും ഈ നാടിലെ ജനങ്ങളുടെ കെട്ടുറപ്പിനും ഒക്കെ അഭികാമ്യമായ നിലയിലേക്ക് അത് സമൂർത്തമായി കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അതിന് ഈ തെരഞ്ഞെടുപ്പുകൾ, നമ്മുടെ നാട്ടിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഏറ്റവും വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ വേദിയാണ്.